ഹായ് ഹലോ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായി പോയിട്ടോ വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പണ്ട് ഒരു പ്രീ റെസൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ജിമ്മും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്ലോപ്പായ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ ആ ഒരു ഡിസിഷൻ. ഇതൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ആദ്യത്തെ 2-3 ദിവസം ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ വീണ്ടും പറഞ്ഞ പോലെ തന്നെ വല്ല വർക്ക് ലോഡ് വരുമോ അല്ലെങ്കിൽ മടി പിടിച്ച് പിന്നെ പോവാത്ത അവസ്ഥയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചലഞ്ചസ് പോലെ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേര് 75 ഡേയ്സിൻ്റെ ചലഞ്ച് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അത് എന്നെക്കൊണ്ട് ഒട്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഫസ്റ്റ് തന്നെ പെട്ടെന്ന് കുറേ മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് മാറ്റാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 21 ഡേയ്സ് ചാലഞ്ച്, 30 ഡേയ്സ് ചാലഞ്ച്, 75 ഡേയ്സ് ചാലഞ്ച്, 90 ഡേയ്സ് ചാലഞ്ച്, അങ്ങനെ ഉള്ള ചലഞ്ചസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 30 ഡേയ്സിൻ്റെ ചലഞ്ചാണ് ഫസ്റ്റ് എടുക്കുന്നത് കേട്ടോ. അതിൽ ഡയറ്റ് പ്ലാനും പിന്നെ ഫിറ്റ്നസ്സിൻ്റെ ആ ഒരു സംഭവത്തിനെ കുറിച്ചൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 30 ഡേയ്സിൻ്റെയും 21 ഡേയ്സിൻ്റെ ചലഞ്ചസ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എത്രത്തോളം ഇത് പോവും എനിക്കറിയത്തില്ല. നമുക്ക് ഡെയിലി ഞാൻ ഓരോ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് 30 ഡേയ്സിൻ്റെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 75 ഡേയ്സിൻ്റെ സോഫ്റ്റ് ഹാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചലഞ്ചസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനീഷ്യലി നമുക്ക് 30 ഡേയ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നോക്കാം എത്രത്തോളം പോകാൻ നോക്കാം. അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാം.